ഇതെന്താണെന്നറിയാമോ കൂട്ടുകാരെ? ഇതാണ് നമ്മുടെ ഉലുവ. ഒരുപാട് ഗുണങ്ങളുണ്ട് ഉലുവയ്ക്ക്. നമുക്ക് എന്തൊക്കെ ഗുണങ്ങളാണ് ഇതിനുള്ളതെന്നൊന്ന് നോക്കിയാലോ? ഇതൊരു ചെടിയാണ്. ഇതിൻ്റെ ഇല നമ്മൾ ഉപയോഗിക്കും, ഉലുവ പൊടിച്ചുപയോഗിക്കും, ഉലുവയായിട്ടിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുകയും ചെയ്യും. ഇത് പ്രസവത്തിന് ശേഷം സ്ത്രീകൾക്ക് ബ്രസ്റ്റ് മിൽക്ക് കുറവാണെങ്കിൽ അത് കൂടാൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ടേസ്റ്റ് ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല. അതുകൊണ്ട് ഉലുവ പൊടിച്ചത് ഗോതമ്പ് മാവിൽ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാൻ നമ്മൾ എടുക്കുമ്പോൾ കുറച്ച് ഗോതമ്പ് പൊടിയിൽ ചേർത്ത് ചപ്പാത്തിയാക്കി കഴിക്കാം. അതുപോലെ ദോശമാവ് അരയ്ക്കുന്ന കൂട്ടത്തിൽ ഉലുവ അരി കുതിരാനിടുമ്പോൾ തന്നെ ഉലുവയും കൂടി കുതിരാനിട്ടിട്ട് അരച്ചെടുത്ത് അങ്ങനെ യൂസ് ചെയ്യാം. അതുപോലെ കുടിക്കാൻ വെള്ളം തിളപ്പിക്കുമ്പോൾ അതിൽ ഉലുവ ഇടാം. കട്ടൻ കാപ്പി ഇഷ്ടമുള്ളവർക്ക് അതിൽ ഉലുവയിട്ട് കട്ടൻ കാപ്പി തയ്യാറാക്കിയും കുടിക്കാം. അത് നല്ലതാണല്ലോ അല്ലേ? അതാകുമ്പോൾ നമ്മളിതിൻ്റെ ടേസ്റ്റ് അത്രയും നമുക്ക് മനസ്സിലാവില്ല. പിന്നെ നമ്മളിതെല്ലാത്തിനും ചേർക്കും, അറിയാമല്ലോ. സാമ്പാറിന് ചേർക്കും, രസത്തിന് ചേർക്കും, മീൻ കൂട്ടാൻ വെക്കുമ്പോൾ ഉപയോഗിക്കാറുണ്ട്. എല്ലാത്തിനും ഇതിൻ്റെ പൊടി നമ്മൾ യൂസ് ചെയ്യാറുണ്ടല്ലോ. ഇതിന് ഇംഗ്ലീഷിൽ ഫെനുഗ്രീക്ക് എന്നാണ് പറയുന്നത്. മേത്തി ലീവ്സ് എന്നും പറയാറുണ്ട് ഇതിൻ്റെ ഇലയ്ക്ക്. ഫെനുഗ്രീക്ക് ലീവ്സ് അല്ലെങ്കിൽ മേത്തി ലീവ്സ് എന്നും പറയാറുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ഉലുവ വിശേഷങ്ങൾ. പിന്നൊരു പ്രധാന കാര്യമുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ തലയിലൊക്കെ താരൻ ഉണ്ടെങ്കിലേ താരൻ മാറാനും ഉലുവ നല്ലതാണ്. തലേന്ന് ഉലുവ കുറച്ച് കഞ്ഞിവെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് പിറ്റേന്ന് അത് മിക്സി ജാറിലിട്ടരച്ച, കല്ലേ വെച്ചരച്ച ഇതിങ്ങനെ കിളിന്ന് കിടക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മിക്സി ജാറിലരച്ചാൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. അരച്ച് തലയെ തേച്ച് അരമണിക്കൂർ വെച്ച ശേഷം കഴുകിക്കളഞ്ഞാൽ താരം മാറിക്കിട്ടും. മുടി വളരാനും നല്ലതാണ്. ആഴ്ചയിൽ 2 പ്രാവശ്യം ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്കൊരു കൊച്ചു വിശേഷമായിട്ട് ഉലുവയും കൊണ്ടുവന്നത്. ഓക്കെ, താങ്ക് യു.